ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു അൺബോക്സിങ് വീഡിയോയും കൂടെ നമുക്ക് ഉച്ചയ്ക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ലഞ്ചിൻ്റെ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വേണ്ട 2 ഐറ്റംസ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഈ പാർസലിന് ചുറ്റും കറങ്ങി നടക്കുന്നതാണ് നമ്മുടെ എൽസ. അപ്പോൾ ഈ ഒരു പാർസൽ കണ്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ് എൽസ. അപ്പോൾ അവൾക്ക് എപ്പോഴും ഇതുപോലുള്ള പാർസൽ കണ്ടാൽ ഭയങ്കര ആകാംക്ഷയാണ്. അത് തുറക്കുന്നത് വരെ ക്ഷമയുണ്ടാകില്ല. തുറന്നു കഴിയുന്നത് വരെ ഇതുപോലെ വെയിറ്റ് ചെയ്തിരിക്കും. തുറന്നു കഴിഞ്ഞാൽ ആ പെട്ടി അവൾക്ക് വേണം, എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കിടക്കും. അതവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഐറ്റം. ഇതാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ട്രോളിയാണ്. ട്രോളി അല്ലെങ്കിൽ സ്റ്റാൻഡ് എന്നും പറയാം. ഇതിൻ്റെ താഴെ 4 വീൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ അടിച്ചു വാരുമ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ അടിച്ചു വാരാനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാക്കി ഇതൊരു 4 ലെയർ ട്രോളിയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ ഇതുപോലെ 4 തട്ടുകളിലാക്കിയിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഇത് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കമ്പിയൊക്കെ അത്യാവശ്യം നല്ല ഉറപ്പുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ വില വരുന്നത് 847 രൂപയാണ്. നമ്മളൊരു 4 ലെയർ പ്ലാസ്റ്റിക് സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ അതിന് ഏകദേശം ഒരു 500-600 രൂപ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടും മെച്ചാണ് ഈ ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ്. ഇതാകുമ്പോൾ പ്ലാസ്റ്റിക് സ്റ്റാൻഡ് പോലെ പെട്ടെന്ന് പൊട്ടിപ്പോവുകയില്ല. ഈ ഒരു റേറ്റിന് എനിക്കിത് നല്ല ലാഭമായിട്ടാണ് തോന്നിയത്. ഇനി നിങ്ങൾക്ക് 4 ലെയർ വേണ്ടെങ്കിൽ ഇതിൻ്റെ 2 ലെയറും 3 ലെയറും ഒക്കെ ഉണ്ട്. അതിനാകുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി റേറ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സെയിം ഐറ്റം ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തപ്പോൾ ഫ്ലിപ്കാർട്ടിലുള്ളതിനേക്കാളും കൂടുതൽ റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. നമുക്കിനി വാങ്ങിച്ച അടുത്ത ഐറ്റം കാണാം. ഇതൊരു കിച്ചൺ റാക്കാണ്. ഇതും സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയതാണ്. ഇതും അത്യാവശ്യം നല്ല ഉറപ്പൊക്കെയുണ്ട്. ഇതിൻ്റെ ഒരു വില വരുന്നത് 217 രൂപയാണ്. ഇതൊരു 2 ലെയർ കിച്ചൺ റാക്കാണ്. ഇതിൽ ഞാൻ പഞ്ചസാരയുടെ ഉപ്പിൻ്റെ ഒക്കെ ബോട്ടിലും അതേപോലെ തന്നെ ഓയിലൊക്കെ നിറച്ച് വെക്കുന്ന ബോട്ടിലൊക്കെയാണ് വെച്ചു കൊടുത്തത്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, നിങ്ങൾക്കിപ്പോൾ കാണാം വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് മാത്രമേ ഇതിനുള്ളൂ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് ഇല്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെറിയ ബോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ അത് വീണു പോകുന്നുണ്ട്. കാരണം ആ ബോട്ടിലിൻ്റെ സൈഡ് ആ ഒരു 2 ലൈനിൽ കറക്റ്റായിട്ട് ടച്ച് ചെയ്ത് നിൽക്കണം. അല്ലാതെ ഇതിന് വേറെ സപ്പോർട്ടൊന്നുമില്ല. അപ്പോൾ അത് തെന്നി വീഴും. അപ്പോൾ അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലൊരു ഷീറ്റ് വിരിച്ചത് കൊടുത്തതിന് ശേഷമാണ് സാധനങ്ങൾ വെച്ച് കൊടുത്തത്. സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റിന് വലിയ കുഴപ്പമില്ല. എന്തായാലും ഇത് എനിക്കൊരു പോരായ്മയായി തോന്നി. അപ്പോൾ ആവശ്യമുള്ളവർക്കായിട്ട് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്കപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പരിപാടികൾ നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോൺ റൈസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ഒരു കുക്കറിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ചെറിയ കഷ്ണം ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും ഒരു പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 സെക്കൻഡ് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കോൺ പുഴുങ്ങിയതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് വീണ്ടും ഒരു 2 സെക്കൻഡ് ഈ എണ്ണയിലൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 കപ്പ് ബസുമതി റൈസ് കഴുകിയെടുത്തതാണ്. 250 ml കപ്പിൽ 2 കപ്പ് ബസുമതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ അരി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമുക്കിത് വെന്ത് കഴിയുമ്പോൾ അധികം ഉടഞ്ഞു പോകാതെ കിട്ടും. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ ഏകദേശം ഒരു 1/4 കപ്പ് പാലും 2.25 കപ്പ് തിളച്ച വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലിന് പകരം തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങാപ്പാൽ ഇല്ലാത്തത് കൊണ്ടാണ് പാല് ചേർത്ത് കൊടുത്തത്. പാലിനേക്കാളും കൂടുതൽ ടേസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇത് നല്ല കറക്റ്റ് ഉപ്പുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം കൂടിയ തീയിൽ ഒരു വിസിലടിക്കുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ ഇതാ കുക്കർ ഒരു വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇതുപോലെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കാറ്. നിങ്ങൾ കുറച്ച് വീതി കൂടിയ പാത്രത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എടുക്കേണ്ടി വരും. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി നോക്കാം. അരിയൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. കോണ് നമ്മൾ ഓൾറെഡി വെന്തത് തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, എപ്പോഴും ഇതുപോലുള്ള റൈസൊക്കെ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതങ്ങ് ഉടഞ്ഞു പോകും. ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെയാണ് ഈ ഒരു മല്ലിയില ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ആ കോണിൻ്റെ ആ ഒരു യെല്ലോ കളറും ക്യാരറ്റിൻ്റെ ഓറഞ്ച് കളറും റൈസിൻ്റെ വൈറ്റ് കളറും കൂടി ആകുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ കോൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു റൈസ് കഴിക്കാൻ. എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.